ഏറ്റുമാനൂർ മാരിയമ്മൻ കോവിലിൽ 41 മഹോത്സവത്തിന്റെ ഭാഗമായി ചരിത്ര പ്രസിദ്ധമായ മഞ്ഞൾ നീരാട്ട് ഡിസംബർ 28 രാവിലെ 9 നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ഗൗരി പ്രദീപ് നിർവഹിച്ചു. വിവിധ ദിവസങ്ങളിലായി തീച്ചാമുണ്ടി, മുത്തപ്പൻ വെള്ളാട്ടം, മുടിയേറ്റ് എന്നിവയുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് തിരുവാതിര, 19 വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് ഭജൻസ്, 20-ന് രാത്രി 7:30-ന് പ്രദീപൻ പെരുവണ്ണാൻ കണ്ണൂരും സംഘവും അവതരിപ്പിക്കുന്ന മുത്തപ്പൻ വെള്ളാട്ടം, 21-ന് വൈകിട്ട് 7-ന് ആനന്ദ നടനം നൃത്തസന്ധ്യ, 22-ന് വൈകിട്ട് 6:30-ന് സംഗീത നൃത്താഞ്ജലി, 23-ന് രാത്രി 7:30-ന് കോഴിക്കോട് ശ്രീനിവാസനും സംഘവും അവതരിപ്പിക്കുന്ന തീച്ചാമുണ്ടി ഗുളികൻ, 24-ന് വൈകിട്ട് 7-ന് നൃത്തസന്ധ്യ, 25-ന് വൈകിട്ട് 7-ന് നൃത്താർച്ചന, 7:30-ന് കളമെഴുത്തും പാട്ടും, 10-ന് കീഴിലം ശങ്കരൻകുട്ടി മാരാർ സ്മാരക മുടിയേറ്റ് സംഘത്തിലെ ഉണ്ണികൃഷ്ണൻ മാരാരുടെ മുടിയേറ്റ്, 26-ന് വൈകിട്ട് 7-ന് പുളിമാത്ത് ശ്രീകുമാർ അവതരിപ്പിക്കുന്ന രാമചരിതമാനസം പുരാണം, 9-ന് നൃത്തനാടകം ദേവകി നന്ദൻ, 27-ന് രാവിലെ 7:30-ന് മാരിയമ്മൻ പൊങ്കാല, 5:30-ന് കുംഭം എഴുന്നള്ളിപ്പ് ഘോഷയാത്ര, 7:05-ന് പുഷ്പാഭിഷേകം, 7:30-ന് കറുപ്പനൂട്ട്, 9-ന് നൃത്തനൃത്യങ്ങൾ, രാത്രി 12:30-ന് ആഴിപൂജ, ആഴിപ്രവേശനം, 28-ന് രാവിലെ 9-ന് മഞ്ഞൾ നീരാട്ട്, ദീപാരാധന, മഹാപ്രസാദമൂട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ഏറ്റുമാനൂർ മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ 41 മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ പരിപാടികളും വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള തീരുമാനങ്ങൾ കമ്മിറ്റിക്കാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. അവിടെ 20-ാം തീയതി മുത്തപ്പൻ വെള്ളാട്ട്, 21 തീച്ചാമുണ്ടിയും, 25-ന് മുടിയേറ്റും, തുടർന്ന് 27-ന് ചരിത്ര പ്രാധാന്യമുള്ള മാരിയമ്മൻ കോവിൽ പൊങ്കാലയും, ഡിസംബർ 28-ന് മാരിയമ്മയുടെ ഇഷ്ട വഴിപാടായ മഞ്ഞൾ നീരാട്ടും നടത്തപ്പെടുന്നു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KC ശിവനാചാരി, സെക്രട്ടറി N സന്തോഷ് കുമാർ, ട്രഷറർ TH അഖിൽ, വൈസ് പ്രസിഡന്റുമാരായ വേണുഗോപാൽ, ഹരിഹരൻ എന്നിവർ പങ്കെടുത്തു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.